മിക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. മിക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. എത്ര മനോഹരമാണ്, എത്ര കണ്ടാലും മതി വരില്ല. അതെ അതെ, നാട്ടിലേതുപോലെ തിരക്കും മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് കാട്ടിലൂടെ നടക്കാൻ ഒരു റിലാക്സേഷൻ ഉണ്ട്. പക്ഷേ ശ്രദ്ധിച്ചു നടന്നില്ലെങ്കിൽ പ്രശ്നമാ. എന്ത് പ്രശ്നം? ധാരാളം വന്യമൃഗങ്ങൾ ഉണ്ടല്ലോ ഇവിടെ. അവ നമ്മളെ ഉപദ്രവിച്ചാലോ? അതിനെന്താ, നമുക്ക് കാട്ടിൽ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ. ആരെങ്കിലും നമ്മളെ ഉപദ്രവിക്കാൻ വന്നാ അവരെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്യുമല്ലോ. എല്ലാ മൃഗങ്ങളും പറഞ്ഞ മനസ്സിലാവുന്ന ടൈപ്പ് അല്ല കിട്ടൂ. മനുഷ്യരോളം വിവേകബുദ്ധി ഉള്ളവരല്ല പല മൃഗങ്ങളും. ജോസഫ് സാറ് ക്ലാസ്സിൽ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? പക്ഷേ നമുക്ക് ഈ കാട്ടിൽ ഒരു അപകടവും ഉണ്ടാവില്ല. നമ്മൾ സ്ഥിരം വരുന്ന കാടല്ലേ. എന്താണ് തക്കുടു നീ നോക്കിയിരിക്കുന്നേ? അല്ല, ഈ വെള്ളത്തിന് കളറില്ലെന്നല്ലേ പറയുന്നത്? അതിന് ഈ കളറില്ലാത്ത വെള്ളത്തെ നമ്മൾ എങ്ങനെയാ കാണുന്നേ? അത് ശരിയാണല്ലോ, കളറില്ലാത്ത വെള്ളത്തെ നമ്മൾ എങ്ങനെയാ കാണുന്നേ? കണ്ണുണ്ടായതുകൊണ്ട്. തുടങ്ങി അവന്റെ ഓരോ മണ്ടൻ ചോദ്യങ്ങൾ. അത് കേട്ട് അതിനേക്കാൾ മണ്ടനായി നിൽക്കാൻ കിട്ടു. എന്തായാലും കൊള്ളാം. നീ പോടി ഇർക്കിളി. നീ പോടാ തടിയാ. ഓ മതി, നിർത്ത്. രണ്ടെണ്ണം കൂടി വെറുതെ അടി കൂടാതെ. നിങ്ങൾ വേഗം വന്നേ, എനിക്ക് മൈലമ്മയെ കാണണം. ശരിയാ, വേഗം മൈലമ്മയുടെ അടുത്തേക്ക് പോവാം. എനിക്ക് അവരെ കാണാൻ കൊതിയായി. എത്ര നാളായി മൈലമ്മയെ കണ്ടിട്ട്. ആ അതെ അതെ. കഴിഞ്ഞ മഴക്കാലം ഇന്നലെ കഴിഞ്ഞതുപോലെയുണ്ട്. പേലി വിടർത്തി നൃത്തം ചെയ്തതൊക്കെ. പക്ഷേ ഇത്തവണ മഴക്കാലം അല്പം വൈകുമാണ് കേട്ടോ. നാട്ടിലെ ഭയങ്കര ചൂടാ. കാലാവസ്ഥയൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മഴയും വൈകും, ഉറപ്പാണ്. വർഷത്തിൽ ഒരിക്കലായാലും നല്ല മഴ കിട്ടിയാൽ മതി. ആ മഴയത്ത് ആടി തിമിർക്കുമ്പോഴൊക്കെ കഴിഞ്ഞ ഒരു വർഷം സഹിച്ച ചൂടൊക്കെ പമ്പ കിടക്കും. അതെ അതെ. എത്ര നാളായി
നാളായി മൈലമ്മയെ കണ്ടിട്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. നിങ്ങളല്ലേ ഇങ്ങോട്ടൊക്കെ വരാത്തത്? പരീക്ഷയുടെ തിരക്കിലായി പോയി മൈലമ്മേ. തിരക്കൊക്കെ ശരി തന്നെ, പക്ഷേ ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് ഞങ്ങളെ ഒന്ന് കണ്ടുവെന്ന് കരുതി പരീക്ഷയ്ക്ക് തോക്കത്തൊന്നുമില്ലല്ലോ. തോൽക്കില്ല, എന്നാലും വീട്ടിലിരുന്ന് പഠിച്ചില്ലേല് പപ്പയും മമ്മയും കൊല്ലും. പഠിക്കാത്തതിന് എന്തിനാ കൊല്ലുന്നേ? നമ്മൾ മൃഗങ്ങൾ പഠിക്കാറുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് മനുഷ്യരിങ്ങനെ പഠിക്കുന്നത്? വെറുതെ കഷ്ടപ്പെട്ടിട്ട്. ഓരോ ജീവജാലത്തിനും ഓരോ നിയോഗമുണ്ട്. അതനുസരിച്ചാണ് അവരുടെ ജീവിതം. അങ്ങനെയാണ് അവരെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ആ സൃഷ്ടിയെ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല. വെറുതെ ഫിലോസഫി പറയാതെ മൈലമ്മേ. കുട്ടികൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വന്നതല്ലേ, അവരോട് വിശേഷങ്ങൾ തിരക്കാം, എന്നിട്ടാകാം ബാക്കി. നിങ്ങൾ ക്രിസ്തുമസ് സമയത്താണ് മുമ്പ് ഇങ്ങോട്ട് വന്നത്, പിന്നീട് വന്നിട്ടായില്ല. തിരക്കൊക്കെ ഉണ്ടെന്നറിയാം, എന്നാലും ഇപ്പോഴെങ്കിലും എത്തിയല്ലോ. എന്താ മക്കളെ പുതിയ വിശേഷങ്ങൾ? എന്താണ് ആഗമന ഉദ്ദേശം? നമുക്ക് ഇങ്ങോട്ട് വരുന്നതിന് കാരണങ്ങൾ വല്ലതും വേണോ? കാരണങ്ങളൊന്നും വേണ്ട, എന്നാലും എന്താ തക്കൂടെ ഇങ്ങനെ കിടന്ന് പരതുന്നേ? ഇവിടെ എന്തെങ്കിലും തിന്നാൻ കിട്ടിയിരുന്നെങ്കിൽ. വിശന്നിട്ടാണെ കണ്ണ് കാണുന്നില്ല. എപ്പോഴും തീറ്റയെന്നുള്ള വിചാരേ ഉള്ളൂ നിനക്ക്. ഛേ, പേടിപ്പിച്ച് കളഞ്ഞല്ലോ. എന്തിനാ ഇങ്ങനെ വന്ന് പേടിപ്പിക്കുന്നേ? ഞങ്ങൾക്കൊന്നും ഇല്ലേ ചെമ്പു പഴം? നിങ്ങൾക്കുള്ളത് ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. കൂട്ടുകാരെ, ഞങ്ങൾ വന്ന കാര്യം പറയാൻ മറന്നു. അടുത്ത ആഴ്ച ഒരു ചിത്രരചനാ മത്സരമുണ്ട്. ജില്ലാതല മത്സരമാണ്. ഞങ്ങളുടെ സ്കൂളിൽ വെച്ചാണ് ആ മത്സരം സംഘടിപ്പിക്കുന്നത്. ആഹാ, അപ്പോ നിങ്ങൾ മത്സരിക്കാൻ പോവാണോ? ഞങ്ങളല്ല, ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് മണിക്കുട്ടൻ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവൻ നന്നായി പടം വരയ്ക്കും. അവന് മത്സരത്തിൽ ഫസ്റ്റ് കിട്ടണം. അങ്ങനെ വെറുതെ ഒരു ചിത്രം വരച്ചാൽ ഫസ്റ്റ് കിട്ടില്ല. അതിനൊരു വെറൈറ്റി ഐഡിയ വേണം. ആരും അങ്ങനെ കണ്ടിട്ടില്ലാത്ത കാര്യം തന്നെ വരയ്ക്കണം. അതെ, ആരും കണ്ടിട്ടില്ലാത്ത കാര്യം വേണമെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഞാൻ വീട്ടിലിരുന്ന് 15 ഇഡ്ഡലി തിന്നുന്ന പടം വരയ്ക്കാൻ പറ. പുറത്തുള്ള ഒരാളും അത് ഇതുവരെ കണ്ടിട്ടില്ല. എന്തു പറഞ്ഞാലും തീറ്റ. നീ എന്ന് നന്നാവും തക്കടു. വിശന്നിരിക്കുന്നു ഞാൻ. ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞിട്ടാണെങ്കിലും ഒന്ന് സന്തോഷിച്ചോട്ടെ പ്ലീസ്. വിശക്കുന്നോ? ചെമ്പ് കൊണ്ടുവന്ന പഴം മുഴുവനും ഒറ്റയ്ക്ക് തിന്നിട്ട് വീണ്ടും വിശക്കുന്നു അല്ലേ? കൊള്ളാം കൊള്ളാം. അപ്പോ വെറൈറ്റി ആയിട്ടുള്ളൊരു ചിത്രം കൂട്ടുകാരനെ കൊണ്ട് വരപ്പിക്കണമല്ലേ? ദാ ഈ ചെമ്പ് മരത്തിൽ നിന്ന് ചാടി വാഴപ്പഴവുമായി വരുന്ന ചിത്രം തന്നെ വരച്ചൂടെ? അത് വെറൈറ്റി അല്ലേ? എന്റെ പടമായതുകൊണ്ട് പറയുന്നതല്ല, ആ കൂട്ടുകാരന് ഫസ്റ്റ് കിട്ടൂതേ. ദൈവം കൂടെ ഉണ്ടാവും. അതെ, എനിക്കൊരു സംശയം. നിങ്ങൾ ആരും പടം വരക്കില്ലേ? പൊന്നു നന്നായി വരയ്ക്കും. അപ്പൊ തക്കടുവോ? പൊന്നു വരയ്ക്കുന്നത് നോക്കി നിൽക്കും. ആഹാ, അപ്പൊ പിന്നെ പൊന്നൂന് മത്സരിച്ചൂടെ? വേണ്ട കുട്ടിയാനെ, അവൻ മത്സരിക്കണ്ടേ? അവൻ മത്സരിക്കട്ടെ. അവന് ഫസ്റ്റ് കിട്ടണം. അതെയോ? അവനെ നിങ്ങൾക്ക് അത്ര ഇഷ്ടാ? ഞങ്ങൾക്ക് അവനെ മാത്രല്ല എല്ലാ കൂട്ടുകാരെയും ഇഷ്ടാ. പക്ഷെ അവനോടൊരു പ്രത്യേക ഇഷ്ടം കൂടുതലുണ്ട്. അതെന്താ അങ്ങനെ? അവന് നമ്മളെ പോലെയുള്ളൊരു കുട്ടിയല്ലേ. ചെറിയ പ്രശ്നങ്ങളൊക്കെ അവനുമുണ്ട്. എന്ത് പ്രശ്നം? അവന് ജന്മനാ 2 കൈകളുമില്ല. പിന്നെ അങ്ങനെ അവൻ ചിത്രം വരയ്ക്കും? അവൻ കാലുകൾ കൊണ്ടാണ് ചിത്രം വരയ്ക്കുന്നത്. നന്നായി വരയ്ക്കും. അവന് ഫസ്റ്റ് കിട്ടിയാൽ ചെറിയ ശാരീരിക പ്രശ്നങ്ങളുള്ള എല്ലാ കുട്ടികൾക്കും അതൊരു പ്രചോദനമാകും. മാത്രമല്ല, അവന്റെ അച്ഛനും അമ്മയ്ക്കും വലിയ സന്തോഷമാകും. കൊള്ളാം മക്കളെ, വലിയ മനസ്സാണ് നിങ്ങളുടേത്. അതുകൊണ്ടാണ് ഒരു ഐഡിയ കൊടുക്കാൻ.
കാട്ടിലെ കാഴ്ചകൾ തേടി ഞങ്ങൾ ഇങ്ങ് വന്നത്. നമ്മുടെ ചങ്ങാതിക്കൂട്ടത്തിന് എന്ത് വലിയ മനസ്സാലേ. അതെ അതെ, അതുകൊണ്ട് തന്നെ മണിക്കുട്ടനോട് പറയാൻ നല്ലൊരു ഐഡിയ തന്നെ അവർക്ക് കിട്ടണം. മൈലമ്മ പറഞ്ഞതുപോലെ ചിമ്പുവിന്റെ പടം വരയ്ക്കുന്നത് നല്ലതല്ലേ? നാട്ടിലുള്ളവർ പലരും ആ കാഴ്ച കണ്ടിട്ടുണ്ടാവില്ലല്ലോ. കണ്ടു കാണില്ല, പക്ഷേ കുരങ്ങന്മാരൊക്കെ ഇപ്പൊ നാട്ടിലെ നിത്യ സന്ദർശകരാണ്. ചിലയിടത്തൊക്കെ അവർ വലിയ ശല്യക്കാരാണ്. കുരങ്ങന്മാരെന്ന് കേൾക്കുമ്പോ തന്നെ ശല്യം എന്ന് പറയുന്ന കുറെ പേര് നാട്ടിലുണ്ട്. ആയതിനാൽ ആ ചിത്രം വരച്ചാൽ 1ാം സമ്മാനം കിട്ടുമെന്നില്ല. പിന്നെ ഒരു വഴിയുണ്ട്. എന്ത് വഴി? അതൊക്കെയുണ്ട്. ഹായ് മഴ! എത്ര നാളുകൾക്ക് ശേഷമാണെന്നോ ഇവിടെ മഴ. മഴയത്ത് മയിൽപ്പീലി വിടർത്തി ആടുന്നത് മതി. മണിക്കുട്ടനോട് ഞാൻ പറയാം, അവൻ ഇത് വരച്ച് സമ്മാനം നേടുകയും ചെയ്യും. മണിക്കുട്ട, ഹായ്. മണിക്കുട്ട, മത്സരം തുടങ്ങാൻ സമയമായി. ഓക്കെ, നന്നായിട്ട് വരയ്ക്കണേ മണിക്കുട്ട. വരയ്ക്കാം. അതൊക്കെ അവൻ നന്നായിട്ട് വരയ്ക്കും. മഴയത്ത് നൃത്തം ചെയ്യുന്ന മയിൽ ജഡ്ജസ് നിന്റെ ചിത്രം കണ്ട് അന്തം വിടണം. ആരാടാത്? എന്തൊരു ഗമയാ. അത് ബ്രിട്ടോ. നമ്മുടെ സ്കൂളിന്റെ അടുത്തുള്ള വലിയ ബംഗ്ലാവില്ലേ, ധാരാളം നായ്ക്കളൊക്കെ ഉള്ള അവിടുത്തെ കുട്ടിയാ. സിറ്റിയിലെ ഏതോ ഒരു സ്കൂളിലാ പഠിക്കുന്നേ. ഭയങ്കര ജാടയും കൂടിയാ. അവനെ എങ്ങനെ നിനക്കറിയാം? പണ്ട് അവൻ എന്റെ ട്യൂഷൻ സെന്ററിൽ പഠിച്ചിട്ടുണ്ട്. ദേ, അതാണ് ബ്രിട്ടോയുടെ അച്ഛൻ. വലിയ ബിസിനസ്സുകാരനാ. ബ്രിട്ടോ സമ്മാനം കൊണ്ട് പോകുമോ? അങ്ങനെയൊന്നും സംഭവിക്കൂല. അങ്ങനെ സംഭവിച്ചാ ഞാൻ ആ ബ്രിട്ടോയെ എടുത്ത് കിണറ്റിലിടും. അവസാനം ബ്രിട്ടോ നിന്നെ എടുത്ത് കിണറ്റിലിടാതിരുന്നാ കൊള്ളാം. അതെന്തായാലും നടക്കൂല. അതെന്താ? ബ്രിട്ടോയ്ക്ക് എന്നെ പൊക്കിയെടുക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ട കുട്ടികളെ, അപ്പോ നമ്മുടെ ജില്ലാതല ചിത്രരചനാ മത്സരം ആരംഭിക്കുകയാണ്. എല്ലാവരും നന്നായി വരയ്ക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഏറ്റവും നന്നായി വരയ്ക്കുന്ന ജില്ലയിലെ കുട്ടികളാണ് നിങ്ങൾ. ഇവിടെയും വാശിയോടെ മത്സരിക്കുക. 1ാം സമ്മാനം എന്താണെന്ന് അറിയാമല്ലോ. 10,000 രൂപയും ഒരു വലിയ ട്രോഫിയും. അപ്പോ മത്സരം തുടങ്ങുകയാണ്. മത്സരം കഴിഞ്ഞിട്ടല്ലേ വീട്ടിൽ പോവാൻ പറ്റൂ. ഇവിടെ എന്തെങ്കിലും തിന്നാൻ കിട്ടിയിരുന്നെങ്കിൽ. വിശന്നിട്ടാണേ കണ്ണ് കാണുന്നില്ല. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഈ ചിത്രരചനാ മത്സരത്തിൽ എന്റെ മകൻ ബ്രിട്ടോയ്ക്ക് തന്നെ ഫസ്റ്റ് കിട്ടണം. അങ്ങനെ ഒരു ഉറപ്പൊന്നും തരാൻ പറ്റില്ല, എങ്കിലും ശ്രമിക്കാം. അതെന്താ ഉറപ്പ് പറയാൻ പറ്റാത്തത്? ഈ സ്കൂളിൽ ഒരു കുട്ടിയുണ്ട്, മണിക്കുട്ടൻ. അവന്റെ ചിത്രം എന്തായാലും നിങ്ങളുടെ മകനേക്കാൾ നല്ലതായിരിക്കും. എന്നാലും ശ്രമിക്കാം. അങ്ങനെയാണെങ്കിൽ ആ മണിക്കുട്ടൻ വരയ്ക്കുന്ന ചിത്രം എന്റെ മകൻ ബ്രിട്ടോയുടെ പേരിലായിരിക്കണം. എത്ര കേശ് വേണമെങ്കിലും തരാം. ഫുഡൊക്കെ പിന്നെ കഴിക്കാം. ആദ്യം ഇക്കാര്യം കൂട്ടുകാരോട് പറയണം. കാര്യങ്ങൾ കൈവിട്ടു
പോവുകയാണല്ലോ. നമ്മുടെ മണിക്കുട്ടന് ഫസ്റ്റ് തട്ടിയെടുക്കാൻ ആ ബ്രിട്ടോയുടെ അച്ഛൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലോ. പ്രശ്നം അല്പം ഗുരുതരമാണ്. എന്തായാലും നമുക്കൊരു സൂത്രവിദ്യ പ്രയോഗിക്കേണ്ടി വരും. എന്ത് സൂത്രവിദ്യ? എപ്പോഴും പ്രയോഗിക്കുന്നത് പോലെ ഒരു സൂപ്പർ സൂത്രവിദ്യ. അപ്പോ നമ്മുടെ മണിക്കുട്ടൻ 1ാം സമ്മാനം കിട്ടില്ലേ? അവന് ഭയങ്കര വിഷമമാവൂലോ. നമ്മളുള്ളപ്പോ അവൻ അർഹിച്ച 1ാം സ്ഥാനം നഷ്ടമാകാൻ പാടില്ല. അതിനിപ്പോ എന്ത് ചെയ്യാനാ? എത്രയും പെട്ടെന്ന് ഇക്കാര്യം ഈ സ്കൂളിലെ പ്രിൻസിപ്പളിനെ അറിയിക്കണം. അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയാതിരിക്കില്ല. ആ അതെ അതെ. സാർ, ഞാൻ വരച്ചു സാർ. ഹോ, ഇത്രയും പെട്ടെന്ന് ഫിനിഷ് ചെയ്തോ? മിടുക്കൻ. ആദ്യത്തെ കുട്ടി ഡ്രോയിങ് ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഇനി ഏതാനും മിനിറ്റുകൾ കൂടിയുള്ളൂ. എല്ലാവരും വേഗം ഫിനിഷ് ചെയ്യൂ. ഓക്കെ, മത്സരം കഴിഞ്ഞു. എല്ലാവർക്കും ആശംസകൾ. സാർ, ഞാൻ വരച്ച് തീർന്നില്ല സാർ. ഇപ്പൊ തീരും. ഇല്ല മോനെ, സമയം തീർന്നു. ഇല്ല സാർ, 10 മിനിറ്റ് ഇനിയുണ്ടല്ലോ. ഇല്ല, 10 മിനിറ്റ് നേരത്തെയാണ് മത്സരം തുടങ്ങിയത്. സാർ, അവൻ നന്നായി വരയ്ക്കുന്ന കുട്ടിയാ. സാർ ഇങ്ങനെ പറഞ്ഞാലെങ്ങനെ? അവൻ വരച്ചത് വെറുതെ ആവില്ലേ? മത്സരമല്ലേ? മത്സരത്തിന്റെ വഴിക്ക് കൊണ്ടുപോകാൻ കഴിയൂ. മത്സരം എന്തായാലും കഴിഞ്ഞു. സാർ, ഞാൻ വരച്ചു കഴിഞ്ഞു സാർ. മത്സരം എന്തായാലും കഴിഞ്ഞു. ഇനി ഈ ഡ്രോയിങ് വാങ്ങാൻ സാധിക്കില്ല. ഹായ് മാലാഖമാർ. എന്താണ് കൂട്ടുകാരെ ഇവിടെ പ്രശ്നം? കണ്ടില്ലേ മാലാഖമാരെ, ഇവൻ വരച്ച പടം കാണാതെ സാറുമാര് പോയി. ഇവൻ ആകെ വിഷമമായി. അത്രയുള്ള പ്രശ്നം പരിഹാരമുണ്ടല്ലോ കൂട്ടുകാരെ. ആരും വിഷമിക്കേണ്ട. മണിക്കുട്ട, ആ കണ്ണുകൾ തുടയ്ക്കൂ. കൂട്ടുകാരെ, നിങ്ങൾക്ക് സന്തോഷമായില്ലേ? പേപ്പർ അയാളുടെ കയ്യിൽ തന്നെ എത്തി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്തു പ്രശ്നം? ആ ബ്രിട്ടോയുടെ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? ബ്രിട്ടോയ്ക്കേ സമ്മാനം കിട്ടാൻ പാടുള്ളൂന്ന്. ഇനി അയാളെങ്ങാനും വല്ല സൂത്രവും കാണിച്ച് നമ്മുടെ മണിക്കുട്ടന്റെ സമ്മാനം തട്ടിയെടുത്താലോ? അർഹതയുള്ളവർക്കല്ലേ മാലാഖമാരെ സമ്മാനം കിട്ടേണ്ടത്? എനിക്ക് അർഹതയുണ്ടെങ്കിൽ മാത്രം മതി സമ്മാനം. അല്ലെങ്കിൽ അത് ബ്രിട്ടോയ്ക്ക് കിട്ടിക്കോട്ടെ. മണിക്കുട്ടന്റെ നല്ല മനസ്സ്. മത്സരഫലം എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും മാലാഖമാർ തക്ക സമയത്ത് വന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഉഷാറായി. നമ്മുടെ മണിക്കുട്ടന് ഫസ്റ്റ് കിട്ടുവോ? കിട്ടും, ഉറപ്പായും കിട്ടും. കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മാലാഖമാർ നോക്കിക്കോളും. ഇവിടെ നടന്ന വാശിയേറിയ ചിത്രരചനാ മത്സരത്തിൽ മണിക്കുട്ടൻ വിജയിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്റെ മോൻ ബ്രിട്ടോയ്ക്ക് തന്നെ ഫസ്റ്റ് കിട്ടണമെന്ന്. അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതാ. പക്ഷേ എന്ത് പക്ഷേ? മണിക്കുട്ടന്റെ ഡ്രോയിങ് വാങ്ങാതെയാണ് അധ്യാപകൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയത്. എന്നിട്ട് അവനെങ്ങനെ ഫസ്റ്റ് കിട്ടിയെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. കുഴപ്പമില്ല മോനെ, അടുത്ത മത്സരത്തിൽ നമുക്ക് ഫസ്റ്റ് വാങ്ങാം. വിശപ്പിക്കേണ്ട കൂട്ടുകാരാ,
എനിക്ക് കിട്ടുന്ന ട്രോഫി ഞാൻ കൂട്ടുകാരന് തരാം. എനിക്ക് ഒരുപാട് ട്രോഫികൾ കിട്ടിയിട്ടുണ്ട്. വേണ്ട കൂട്ടുകാരെ, ഇത് പറയുവാനുള്ള മനസ്സുണ്ടല്ലോ. അടുത്ത തവണ ഞാൻ മത്സരിച്ച് വിജയിച്ചോളാം. നീ എന്താടാ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുന്നേ? അല്ല, ബ്രിട്ടോയുടെ അച്ഛന്റെ പ്ലാൻ എങ്ങനെ പാളിയത്? അതിനി പ്രത്യേകിച്ച് ആലോചിക്കൊന്നും വേണ്ട തക്കടോ. പൂർത്തിയാകാതിരുന്ന മണിക്കുട്ടന്റെ ചിത്രം ഞങ്ങൾ പൂർത്തിയാക്കി. ബ്രിട്ടോയുടെ അച്ഛൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അയാളുടെ ഓർമ്മയിൽ നിന്ന് ഞാൻ പുറത്തേക്കെറിഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ബ്രിട്ടോയുടെ കാര്യം അയാൾ അങ്ങ് മറന്നു. യുക്തിസഹമായി നോക്കുമ്പോൾ നമ്മുടെ മണിക്കുട്ടൻ ഒന്നാമതെത്തി. അടിപൊളി മാലാഖമാരെ. എന്തു പറ്റി തക്കടു? അടിപൊളി. എല്ലാത്തിനും പിന്നിലും മാലാഖമാരാണ്. നമ്മുടെ മണിക്കൂട്ടിന് 1ാം സമ്മാനം കിട്ടിയതിന്റെ പിന്നിലും മാലാഖമാർ തന്നെ. ശരിക്കും അതെ.